ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗ് കണ്ടാലോ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ആലു ടിക്കി ചാറ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എന്തായാലും ഇന്നത് ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നാണ് അതിനുള്ള സമയവും സന്ദർഭമൊക്കെ കിട്ടിയത്. 3 പൊട്ടറ്റോ ആണ് ഞാൻ പുഴുങ്ങിയിട്ട് ഇത് മാഷ് ചെയ്തെടുക്കണം നമുക്ക്. പിന്നെ ഇതിനകത്ത് മല്ലിയിലയും പച്ചമുളകും വേണം. ഞാൻ ഒരു പച്ചമുളക് എടുത്തുള്ളൂ. അപ്പോൾ രണ്ടും നല്ലോണം കുനുകുനാന്നരിഞ്ഞ് വെക്കണം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ പച്ചമുളകും മല്ലിയിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയതാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ, കൺസിസ്റ്റൻസി ഒന്ന് ഓക്കെ ആവാനാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ റൗണ്ട് പോലെ ഷേപ്പാക്കി ഇങ്ങനെ എടുക്കാം നമുക്ക്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്, അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ആവും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ആഗ്രഹമില്ല, അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിരുന്നു. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടും വരാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, പക്ഷേ എൻ്റെ എത്ര നോക്കിയിട്ടും ഇത് ഫ്രൈ ആയി കിട്ടുന്നുണ്ടായില്ല അങ്ങോട്ട്. പക്ഷേ ഇത്രമേ ഫ്രൈ ആയുള്ളൂ. നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതായിരിക്കും ഇത്രയും കൂടി ബെറ്റർ. പിന്നെ ഇതിനകത്തേക്ക് ഒരു മാതളനാരങ്ങ ആവശ്യമുണ്ട്. നമ്മുടെ മാതളനാരങ്ങ നമ്മളെ ചതിച്ചു, കാരണം ഒട്ടും കളറില്ലാത്ത മാതളനാരങ്ങയായിരുന്നു. കണ്ടോ, റെഡിഷ് കളറില്ല, ഇതിന് ഒരു ലൈറ്റ് റെഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആലു ടിക്കി അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫസ്റ്റ് ലെയറായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തൈര് ഒഴിക്കണം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയ തൈരും ഭയങ്കര പുളിയായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. തൈര് മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയേനെ, പക്ഷേ നമ്മുടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. തൈര് ഇത്തിരി പുളി കൂടുതലായിരുന്നു, അതാ പ്രശ്നമായത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടാമറിൻ സോസ് ഇട്ട് കൊടുക്കുക. സോസല്ല, ചട്നി. ഞാനിത് ഹോം മെയ്ഡാണ്, പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത് കിട്ടിയായിരുന്നില്ല, അപ്പോൾ ഹോം മെയ്ഡായിട്ട് ഞാൻ തന്നെ ചെയ്തു. അടുത്ത ലെയറായിട്ട് ഈ സോസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്രീൻ സോസ്, അതായത് ഗ്രീൻ ചട്നി, അതിട്ട് കൊടുക്കാം. പിന്നെ മാതളനാരങ്ങ വെച്ച് സെറ്റ് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് കിട്ടിയ ആ തൈര് ഇത്തിരി പുളി കൂടുതലാണെന്നേ ഉള്ളൂ, അതർവൈസ് പുളി സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ ഇന്നൊരു മഴ പെയ്യാൻ നിൽക്കണ പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് കരുതി അടുക്കളയിലോട്ട് ചെന്നപ്പോഴാണ് അവിടെ അമ്മ ഉപ്മാവ് ഉണ്ടാക്കണം കണ്ടത്. അത് നമ്മളെ റവ കൊണ്ടുള്ളതല്ല, സേമിയ കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കഴിക്കാൻ പോണത്. സേമിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇതെടുത്ത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. പിന്നെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അത് സെറ്റ്. ഇത് വീടിൻ്റെ ബാക്ക് വശത്ത് ഒരു തോടുണ്ട്. അപ്പോൾ അവിടെ എരണ്ട എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മൾ കണ്ടാൽ താറാവ് പോലെ ഇരിക്കും, പക്ഷേ ഇത് എരണ്ടയാണ്. ഞാനവിടെ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറന്നു പോയി. താറാവല്ല ഗൈസ്, ഇത് എരണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, മഴ വരാൻ പോണ പോലത്തെ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഇവനെ കാണിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു കെട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ട് റോഡ്. അപ്പോൾ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അമ്പലമാണ്, കുടുംബക്ഷേത്രം. അപ്പോൾ ഇവന് JCB കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കാണിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ സമയത്ത് നല്ല കാറ്റുണ്ടാവും. പിന്നെ ഇപ്പം മഴ പെയ്യാൻ പോണതുകൊണ്ട് നല്ല ഇരുണ്ടിരിക്കുകയാണ് ഈ മേഘങ്ങളൊക്കെ. അപ്പം നല്ല രസമാണ് കണ്ട് നടക്കാനൊക്കെ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. ദൈവന് ഈ സംഭവം കാണിക്കാനാണ് നമ്മൾ വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കെട്ട്. അപ്പുറത്തായിട്ടാണ് റോഡ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇതൊക്കെ.
ഇത് വീട്ടിലുള്ള താമരയാണ്. താമര ഉണ്ടായിട്ടില്ല, പക്ഷെ ഇത് നല്ല വലിയ ഇലയാണിത്. താമര ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഞാവൽപ്പഴമുണ്ട്, ഞാവൽപ്പഴത്തിൻ്റെ മരം. അപ്പോൾ കുറേ ഞാവൽപ്പഴം ഉണ്ടാക്കി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി പൊട്ടിക്കുകയാണത്. അങ്ങനെ നമുക്ക് കുറച്ച് ഞാവൽപ്പഴമൊക്കെ കിട്ടി. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. പുളിയും മധുരമൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. ഒരു ഗ്ലാസ് ചായയും കുടിച്ചു, ഈ ഉപ്മാവും തിന്നു. അപ്പം തന്നെ ഏകദേശം ഒരു 5 മണി അടുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ കുളിക്കാൻ പോയി. ഈ എർത്ത് ബട്ടർ ക്രീം സോപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് നല്ല മൈൽഡാണ്, പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ വൺസ് ഇൻ എ വീക്ക് ഞാൻ ഈ സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്, ഡവിൻ്റെ. ഇത് നല്ലതാണ്, സ്മെല്ലൊക്കെ പൊളിയാണ് ഇതിൻ്റെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പ്ലമ്മിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇടയ്ക്ക് അക്ലോജിക്കയുടെ ബോഡി മിസ്റ്റും യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.